നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചിക്കൻ കൊണ്ടൊരു ഐറ്റമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്, ചിക്കൻ പുലാവ്. അപ്പോൾ ചിക്കൻ പുലാവ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചിക്കൻ പുലാവ് ഉണ്ടാക്കുന്നതിന് ആദ്യമേ തന്നെ നമുക്ക് അരി ഒന്ന് കുതിർത്ത് വെക്കാം. അപ്പോൾ 2 കിലോ ബിരിയാണി റൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ബിരിയാണി റൈസ് നമ്മൾ വെള്ളം ഒഴിച്ച് 30 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ വരെ നമുക്ക് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ സോക്ക് ചെയ്ത് വെക്കുമ്പോൾ അരിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവും. അപ്പോൾ ചോറൊക്കെ വെക്കുമ്പോൾ അരി കുറച്ചുകൂടി ഒന്ന് വലുതായി നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നത്. നമ്മളിവിടെ ഒരു ക്യാപ്സിക്കം ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു സവാളയും ഇതേപോലെ ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിയില. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 3 സവാള നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ റൈസിനകത്ത് ഇടാനായിട്ടുള്ള വോൾ സ്പൈസസ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ ചിക്കൻ്റെ പ്രിപ്പറേഷന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്: വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒരു 3 സവാള നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ നന്നായിട്ടൊന്ന് ചതച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് സോക്ക് ചെയ്ത് വെച്ചിരുന്ന അരി ഇട്ട് കൊടുക്കാവുന്നതാണ്. അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ റൈസ് നമുക്ക് വെന്തോന്ന് നോക്കാം. ഇനി നമുക്ക് ഈ അരി വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അരി അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ പ്രിപ്പറേഷനും കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് ഊറ്റിയെടുക്കുക. ഇനി നമുക്ക് ചിക്കൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ആദ്യമായി തന്നെ നമ്മൾ ഒരു അടി കട്ടിയുള്ള ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ വോൾ സ്പൈസസ്, അതായത് നമ്മുടെ സ്പൈസസ് ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് ഇതിനകത്തിട്ടൊന്ന് സോട്ട് ചെയ്യുക. അപ്പോൾ സ്പൈസസൊക്കെ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നമുക്കൊരു 2 മിനിറ്റ് ഇതിനകത്തേക്ക് ഇട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. സവാളയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതാക്കിയാണ് നമ്മൾ കഷ്ണിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഇതിനകത്തേക്ക് ഇട്ടൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്ത് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ചില്ലി പൗഡർ, അതായത് നമ്മുടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റും കൂടെ ഇതിനകത്തിട്ടൊന്ന് സോട്ട് ചെയ്യുക. ഇനി ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച മണം ഒന്ന് മാറിക്കിട്ടും. ഇനി ഇതിൻ്റെ അകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും തക്കാളിയും ചേർത്ത് കൊടുക്കാം. തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുത്ത് ഒരു 3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു ക്യാപ്സിക്കവും ഒരു സവാളയും ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ ക്യൂബായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇത്രയും സാധനം ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യാം.
ഇനി ഇതിനകത്തേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ജീരകപ്പൊടി, അടുത്തതായിട്ട് 1 ടീസ്പൂൺ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച ചിക്കൻ മസാല. ഇത്രയും സാധനം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് വറുത്ത കസൂരി മേത്തി 1 ടീസ്പൂൺ ഇതിൻ്റെ അകത്തേക്ക് കൈക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും സാധനം ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് ചെറിയ തീയിലിട്ടൊന്ന് സോട്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കാക്കി എടുക്കുന്നതിന് നമുക്ക് ഇതിനകത്തേക്ക് നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് കട്ട തൈര് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായി കുറച്ച് വെക്കുക. അതിനുശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. തൈരൊക്കെ ചേർത്ത് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഇതേ കൂട്ടൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് 2 ക്യൂബ് ബട്ടർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബട്ടർ നന്നായിട്ട് ഒന്ന് മെൽട്ടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ചിക്കി എടുക്കാവുന്നതാണ്. മുട്ട നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ കൂടെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ മേളിലേക്ക് റൈസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നിരത്തുക. അതിനുശേഷം നമ്മുടെ മല്ലിയില ഇട്ട് കൊടുക്കാവുന്നതാണ്. മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം ചിക്കനും നമ്മുടെ റൈസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ സമയമെടുത്ത് പതുക്കെ മിക്സ് ചെയ്യുക. ഒരുപാട് ധൃതി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റൈസ് ഉടങ്ങി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പതുക്കെ സമയമെടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. റൈസും ചിക്കനും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ തവ ചിക്കൻ പുലാവ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ല അടിപൊളി, നല്ല അതീവ രുചിയുള്ള ഒരു റെസിപ്പിയാണ്. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഈ തവ ചിക്കൻ പുലാവിൻ്റെ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.